ഹലോ, അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുനഫയുടെ റെസിപ്പിയാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുനഫ നമുക്ക് ഇതുപോലെ കുനഫ ഡോ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ 500 ഗ്രാമിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, നമുക്ക് 250 ഗ്രാമാണ് ഒരു ട്രേയിലോട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ നേരെ പകുതിയാക്കിയിട്ട് ഈ ഒരു പകുതി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കുനഫ ഡോക്ക് പകരം വെർമിസെല്ലി വെച്ചിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുനഫ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒറിജിനൽ കുനഫ ഡോ വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു നൂല് പോലുള്ള സംഭവമാണ്. ഇനി ഇതുപോലെ ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബ്ലെൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പക്ഷേ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് നല്ലോണം പൊടിഞ്ഞു പോകാതെ നോക്കണം. ബ്ലെൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലോട്ട് ആക്കി കൊടുക്കാം. ഇപ്പോൾ വലിയൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്തിട്ട് ഒന്ന് എല്ലായിടത്തും ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പുട്ടൊക്കെ വെള്ളം കുടഞ്ഞ് നനച്ചെടുക്കൂലേ, അതുപോലെ തന്നെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, നമുക്കിതിൽ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ പകുതിയേക്കാൾ കൂടുതൽ തന്നെ ആകുന്നുണ്ട്. ഓൾമോസ്റ്റ് 1/4 ഭാഗം ചിലപ്പോൾ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബട്ടറാക്കി കൊടുത്തിട്ട് എല്ലായിടത്തും കൊള്ളുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നനച്ചെടുക്കുന്ന രീതിയിലാക്കി കൊടുക്കുക കേട്ടോ. ബട്ടർ എല്ലായിടത്തും ബട്ടർ ഒന്ന് എത്തണം. ഈ ഒരു രീതിയിലൊന്ന് ആക്കിയാൽ മതി. ഇതുപോലെ കുറച്ചേ ബട്ടർ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നനച്ചെടുക്കുക. അപ്പോൾ ബട്ടർ നല്ലപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 1/4 ഭാഗത്തോളം ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. ഇനി ഇതിലേക്കുള്ള ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂണും പിന്നെ 1/2 ടേബിൾ സ്പൂണും, അങ്ങനെ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ തിളക്കുമ്പോൾ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു കലക്കിയെടുത്ത കോൺഫ്ലവർ. അപ്പോൾ പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പാല് നമുക്കൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് പഞ്ചസാര വേണ്ട, പിന്നീട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിക്കുക. തിള വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തിക്കാകും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കാകും. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് ക്രീം ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ക്രീം ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ തിക്കാകും. അപ്പോൾ പാകത്തിനായിക്കോളും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ നേരത്തെ ബട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച കുനഫ ഡോ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള മോൾഡിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് മോൾഡും എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കുനഫ ഡോ നമ്മൾ നേരെ പകുതി ഇതിലോട്ട് ഒരു ലെയർ ഇട്ട് കൊടുക്കുക. നേരെ പകുതി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒരേ ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഡിമോൾഡ് ചെയ്യാനൊന്നും പറ്റുമല്ലോ, പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ സെറ്റ് ചെയ്യുക, പ്രസ് ചെയ്ത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീം ഫുള്ള് ഒരു ലെയറായിട്ട് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ക്രീം ആക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു മോൾഡിൻ്റെ സൈഡിലോട്ടൊക്കെ അധികം ആക്കി കൊടുക്കാതിരിക്കുക കേട്ടോ. നടുക്കായിട്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുനഫ ഡോ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ ഒരു കുനഫ ഡോ ഇതും കൂടെ ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളതിന് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ എല്ലായിടത്തും ഒരേ ലെവലാക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അങ്ങനെ പ്രസ് ചെയ്യണമെന്നല്ല, ഇതിൽ ക്രീമൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാത്ത രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിലും വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം, ഇതിൻ്റെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാനിത് നല്ലോണം പ്രീഹീറ്റാക്കി വെച്ചിട്ടുള്ള ഓവനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് OTG ഓവനാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കുനഫ ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബേക്കിങ്ങിൻ്റെ ആ ഒരു ഓപ്ഷനിലും വെച്ച് കൊടുക്കാം, അതുപോലെ ടോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ വെച്ച് കൊടുക്കാം കേട്ടോ. 200 ഡിഗ്രി സെൽഷ്യസിലാണ് 1 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു നൂൽ പരുവം ആക്കിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് ചെറുതായിട്ടൊരു തിക്കായി കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കുനഫ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 1 മണിക്കൂറോളം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഇച്ചിരി ചൂടാറുമ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പം തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കണ്ട കേട്ടോ, ഒരു പൊടിക്ക് ചൂടാറണം. പക്ഷേ ഇത് നല്ലോണം ചൂടാറിയിട്ട് അങ്ങനെ കഴിക്കുന്നതല്ല, ചൂടോടെ കഴിക്കുന്ന സംഭവമാണ്. പക്ഷേ നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി ചൂടാറുമ്പോൾ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. അതുപോലെ മോൾഡിൽ സൈഡൊക്കെ പൊടിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാത്ത തന്നെ നമുക്ക് ഡിമോൾഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഇതിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്ന സംഭവമൊന്നുമല്ല കേട്ടോ, ഇതുപോലെ തന്നെ ചൂടോടെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ക്രിസ്പി ആയിട്ടും അതുപോലെ അകത്തൊരു ക്രീമി ടെക്സ്ചറും ഇപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ്. ഇപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം.